പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ദൈവം ഒരു ചലഞ്ച് വയ്ക്കുകയാണ്. ലോകത്തോട് ചേർന്ന് നിൽക്കുന്നോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നോ? എൻ്റെ തീരുമാനം ആരോട് കൂടെയാണ്? എന്തിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്? ആ വചനം ഇപ്രകാരമാണ്: ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതാണ്, ലോകത്തോട് ഒരിക്കലും അനുരൂപപ്പെടരുത്, മറിച്ച് ദൈവമായിട്ട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ ചലഞ്ച്. അപ്പോൾ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവിൻ. വചനം പറയുന്നത് എന്താണത്? നമ്മുടെ ചിന്തകളെയും മുൻഗണനകളെയും സ്നേഹങ്ങളെയൊക്കെ നമ്മൾ ചിന്തിക്കണം. താൽക്കാലികമായ ലോകത്തിൻ്റെതായ ലൗകികമായ ആശയങ്ങൾ മാത്രം കുടുങ്ങിക്കിടക്കാതെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതം കളയരുതേ എന്ന് ദൈവം ഓർപ്പിക്കുക. മറിച്ച് നിത്യവും സ്വർഗീയമായ മൂല്യങ്ങളോടുമായി ചേർന്ന് നിന്ന് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ലോകത്തിൻ്റെ അന്വേഷണങ്ങളും ഉത്കണ്ഠകളും അല്ലെങ്കിൽ പാപകരമായ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ച് സമയം കളയരുത്, ഉപേക്ഷിക്കണം. പകരം ആത്മീയ വളർച്ച, സ്നേഹം, നീതി, ദൈവികമായ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ നടത്തിയ തെരഞ്ഞെടുപ്പാണ് പ്രാധാന്യമെന്ന് കർത്താവ് പറയുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവിക മനുഷ്യൻ ജീവിക്കണമോ, ലോകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിൻ്റെ മനുഷ്യൻ ജീവിക്കണമോ എന്നുള്ളത് തീരുമാനമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവിക ചിന്തകൾ നിറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം ഇന്നമ്മെ സഹായിക്കട്ടെ. എങ്കിൽ പ്രിയമുള്ളവരെ, ഇതാ വാഗ്ദത്ത പേടകം. ഇതിനകത്തേക്ക് സമർപ്പിക്കാം നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും, ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള നമ്മുടെ അഭിലാഷങ്ങളും. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അച്ഛന് ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സ്വർഗത്തിൻ്റെ പൗരത്വത്തിൽ പുതിയ വ്യക്തിയായി ജീവിക്കാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.